ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ഞണ്ട് കറിയാണ്. അപ്പോൾ എല്ലാവരും ഞണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടാകും, പക്ഷേ അല്ലേ വറുത്തരച്ച നല്ല നാടൻ ഞണ്ട് കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മൾ എത്ര ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയാലും ഇതിൻ്റെ ഒരു ടേസ്റ്റൊന്നും ഞണ്ട് കറിക്ക് എന്തായാലും കിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് അടിപൊളി നാടൻ ഞണ്ട് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമുള്ളതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഞണ്ടാണ്. കുറച്ച് വലിയ ഞണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായി കഴുകി ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടുന്നത് നമുക്ക് തേങ്ങയാണ് വേണ്ടത്. ഇത് നമ്മൾ വറുത്തരച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നീട് തക്കാളി, ഉള്ളി, പച്ചമുളക്. ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. വലിയൊരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ തക്കാളി, ഒരു 3-4 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ കുറച്ച് വെളുത്തുള്ളി ഉണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടുന്നത് കറി പൗഡറുകളാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി വേണം. പിന്നീട് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഓയിലും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നല്ല നാടൻ ഞണ്ട് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നല്ല വറുത്തരച്ച നാടൻ ഞണ്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം, എന്നിട്ട് വേണം അത് അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കത്തിക്കാം. പാൻ കത്തിച്ചു. അതിൻ്റെ വെള്ളം ഒന്ന് പോയി ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഇട്ട ഉടനെ തേങ്ങ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അധികം വെളിച്ചെണ്ണ കുടിച്ചെടുക്കും ഈ തേങ്ങ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക തേങ്ങ. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ജസ്റ്റ് ചൂടായിട്ടുണ്ട്. അത് നമുക്ക് സിമ്മിലിട്ട് കൊടുക്കാം തീ. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ആദ്യം നോക്കി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള നോൺ സ്റ്റിക്കൊക്കെ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ അധികം വെളിച്ചെണ്ണ ആവശ്യമില്ല. അപ്പം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ തേങ്ങ. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് ഉള്ളി. ഇതിന് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൗ ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കറി പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് ഉള്ളി, തക്കാളി വഴറ്റുന്ന സമയത്ത് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി പൗഡേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കണം, കരിയാൻ പാടില്ല. പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ചൂടായതിനു ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് മറ്റൊരു ബർണറിലേക്ക് മാറ്റി വെക്കുക. അല്ലെങ്കിൽ വീണ്ടും അവിടെ കിടന്നിട്ട് ചൂടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് മറ്റൊരു ബർണറിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് നന്നായിട്ട് ഇനി കുറച്ച് തണിയട്ടെ. അതിനുശേഷം മാത്രം നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ ഒന്ന് ചൂട് മാറി വരുമ്പോഴേക്ക് ഉള്ളി, തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി റെഡിയാക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള കുറച്ച് വഴറ്റിയതിന് ശേഷം മാത്രം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ തേങ്ങ വറുത്തെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഉള്ളിയും വഴറ്റി വെക്കുന്നത്. തേങ്ങ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ഇട്ട ഉടനെ തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ടായത് ആ പാത്രം തന്നെ ആയതുകൊണ്ടാണ്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ച് ഒന്ന് അടച്ചു വെക്കാം. ഈ ഉള്ളി കുറച്ചൊന്ന് കളർ ചേഞ്ചായി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചില്ലി പൗഡർ. നമ്മൾ ഓൾറെഡി തേങ്ങയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് ആഡ് ചെയ്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളിയും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെക്കാം. അപ്പോൾ ആ ആവിയിൽ ഇത് നന്നായിട്ട് വഴറ്റി വന്നോളൂ. അപ്പോൾ നമുക്ക് ഇത് തുറന്നു നോക്കാം. ആ ആവി വെള്ളം ഉണ്ടാവും, അത് ഇതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുക. അപ്പോൾ തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് നല്ലവണ്ണം അരഞ്ഞു വരണം. അപ്പോൾ നമുക്കിനി ഇത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ ഞണ്ട് വേകാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഞണ്ടിന് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് കുറച്ച് അധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് നന്നായി വേകട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരമായി വേവിക്കുന്നു. ഇതിന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഞണ്ട് കറിയുടെ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം കുറവാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ ഇതിനാവശ്യമായ വെള്ളമുണ്ട്. ഇനി നിങ്ങൾക്ക് അഥവാ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഇത് അടച്ചു വെക്കുക. അപ്പോൾ നമ്മളിത് ഒരു 10-20 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിനിടയിൽ ഞാനൊന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ അടിപൊളി തനി നാടൻ ഞണ്ട് കറി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ മൺചട്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് തയ്യാറാക്കിക്കോളും. അപ്പോൾ ഇതിൻ്റെ നല്ല സ്മെല്ലുണ്ട്. ആ സ്മെല്ല് അറിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.